അപ്പോൾ നമ്മൾ ഒരു ദിവസം ഫുള്ള് യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് താമസിക്കാനായിട്ട് പോകുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഗോപാലപുരം എന്ന സ്ഥലത്താണ്. ഗോപാലപുരത്ത് തന്നെ നമ്മൾ താമസിക്കാനായിട്ട് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഹോട്ടൽ ഗോപാലപുരം ഇന്റർനാഷണലാണ്. അവിടെ ഞാൻ റൂം സെലക്ട് ചെയ്യാനുള്ളതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പാലക്കാടുള്ള എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും വളരെ അടുത്തായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഹോട്ടൽ ഗോപാലപുരം ഇന്റർനാഷണൽ. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോയി റൂമും കാര്യങ്ങളും കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് ഹോട്ടൽ ഗോപാലപുരം ഇന്റർനാഷണൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം യാത്രയുടെ ക്ഷീണം നല്ല പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ തന്നെ നമുക്ക് RTR 200 RTR 310 ആയിട്ട് നമ്മൾ പാലക്കാടിൻ്റെ ആ ദൃശ്യഭംഗി കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. നല്ല ടയേർഡാണ്. Until then, hello guys, it's me Vaisakh. Once again, welcome to Top Heaven TV's YouTube channel. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്ന് പാലക്കാട് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ iQube റോഡ് ടെസ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. നമ്മൾ ഇന്നലെ അത്യാവശ്യം നല്ലൊരു റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് പാലക്കാടിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ദൃശ്യഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന സീതാർകുണ്ട് കൊല്ലംകോട് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്തു. നമ്മളിപ്പോൾ ഒരു തൊട്ടടുത്തൊരു കടയിൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് വരുന്ന നേരങ്ങളിൽ കാണാൻ കഴിയും. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എങ്ങോട്ടായിട്ടുള്ള മഴയൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ചാവടപ്പടം പറയും. അത് പാചകം കണ്ടിട്ട് സീതാറും ചേട്ടാ. പിന്നെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെക്കൻ്റെ ചായക്കട. ചായക്കട സൈഡ് കൊടുത്തപ്പോൾ പോലെ എല്ലാ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനെ? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. മണികണ്ഠൻ ചേട്ടൻ. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊക്കെ നിങ്ങൾ കൊല്ലംകോട് സീതാർകുണ്ട് വാട്ടർഫോൾസിൽ വരുവാണെങ്കിൽ ചേട്ടൻ്റെ കടയിൽ വരണം. ഇവിടെ നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള വെള്ളവും സ്നാക്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ, നമുക്കിവിടെ കാണാനായിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളോടാണ് പറയുന്നത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ ഫുള്ള് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓവർ ടു ദ വീഡിയോ. അവിടെ വെള്ളം ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നുണ്ട്. ഇല്ലെങ്കിൽ സൗണ്ട് കേട്ടിട്ട് കാണുമെന്നാ തോന്നുന്നു. അവിടെ പോയി കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും ഡാമിൽ ആ കുത്തിച്ചാടി ഒഴുകണ പുഴയായിട്ട് ഒഴുകി പോട്ട്. ഓ, താങ്ക് യു. നമ്മുടെ ഈ സാധനം എവിടെ ചെന്നാലും ഈ വണ്ടി ഓടിക്കയറുകയും ചെയ്യും. ഒരു രക്ഷയില്ലാതെ നോക്കോളും. നമ്മൾ സ്റ്റേ എടുത്തടാ. ആ ഹോട്ടലും പൊളിയായിരുന്നു. ഞാനൊട്ട് ഓർത്തുള്ള അവിടെ ഇതേപോലൊരു സ്ഥലത്ത് ഈ 4 സ്റ്റാർ ഒരു ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടൽ ഉണ്ടാവുമെന്ന്. പക്ഷെ ഫുഡും ഒക്കെ നൈസായിരുന്നു. അതെ, മസാല ദോശയൊക്കെ നല്ല മാത്രമല്ല കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ സർവീസ്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വാട്ടർഫോൾസിന്റെ അരികിലായിട്ട് എത്തിയിരിക്കുകയാണ്. മെയിൻ വാട്ടർഫോൾസിന് അടുത്തോട്ട് നമുക്ക് നിലവിൽ പോകാൻ പറ്റുന്നില്ല. അവിടെ എന്തൊരു ആക്സിഡന്റ് നടന്നുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടുള്ള ഒരു എൻട്രി അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവിടം വരെയുള്ള അത്യാവശ്യം ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള സ്ഥലം തന്നെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആ TVSന്റെ RTR 200 RTR 310 ആയിരുന്നു നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. ആ വണ്ടിയുടെ ഒരു റൈഡ് ക്വാളിറ്റി കൊണ്ടാണ് നമുക്ക് അധികം ഒരു ടയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആകെ നമ്മൾ ടയർഡായെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടം വരെയുള്ള ഒരു നടപ്പ് മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെക്കേഷനിൽ നിങ്ങൾ പാലക്കാടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒഴിച്ചുകൂടാനാത്തൊരു പ്ലേസ് തന്നെയായിരിക്കും നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ ഐക്കോണിക് ആയിട്ടുള്ള ചെല്ലാഞ്ചേട്ടൻ്റെ ചായക്കട, നിലവിൽ ചായക്കട എന്തോ ഒരു ഇഷ്യൂസ് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ വരുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ റോഡിൻ്റെ ഒക്കെ കണ്ടീഷൻ അത്യാവശ്യം നല്ലൊരു ഹാർഡായിട്ടുള്ള റോഡ് കണ്ടീഷൻ ആയിരുന്നു. എന്നിരുന്നിട്ട് കൂടി നമുക്ക് TVSന്റെ RTR 200 RTR 310 നമുക്ക് തന്നെ റൈഡ് കംഫർട്ട് കാരണം ഇവിടെ സുഖമായിട്ട് എത്താൻ കഴിഞ്ഞത്. പിന്നെ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫോൾസ്.